നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF-നെതിരെ രൂക്ഷ വിമർശനമുയർത്തി ജനതാദൾ നേതാവ്. UDF-ൽ നീതി ലഭിക്കാൻ നിലവിളിക്കേണ്ട അവസ്ഥയാണെന്ന് ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധം. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ പ്രവർത്തകർ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പദയാത്ര പ്രയാണം തുടങ്ങി. മൈക്കാനം ചക്കളിയ കോളനി സമുദായ സമോദ്ധാര സംഘടന പ്രവർത്തനം തുടങ്ങി. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് വയനാട്ട് കുലവൻ തെയ്യങ്കെട്ട് ഉത്സവത്തിന് തുടക്കം. കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. വാർത്തകൾ വിശദമായി. UDF-ൽ നീതി ലഭിക്കാൻ നിലവിളിക്കേണ്ട അവസ്ഥയാണെന്ന് ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ്. കാഞ്ഞങ്ങാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് UDF-ന്റെ കാര്യമെന്നും ഘടകകക്ഷികൾക്ക് നീതി ലഭിക്കണമെങ്കിൽ മുന്നണിക്ക് പുറത്ത് നിലവിളിക്കേണ്ട അവസ്ഥയാണെന്നും ജനതാദൾ യു സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു. 7 വർഷത്തോളം UDF-ന്റെ ഒപ്പം നിന്നിട്ടും ഒരു മണ്ഡലം കൺവീനർ സ്ഥാനം പോലും നൽകിയില്ലെന്നും മുന്നണി യോഗങ്ങളിലെല്ലാം ഇക്കാര്യം അറിയിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഇന്നലെ അത് വിലയിരുത്തി ആ പ്രസ്താവന അപഹാസ്യമായി പോയി എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. ഒരു ഭാഗത്ത് മോഡിക്കെതിരെ ഒരു മതേതര ബദലിന് നേതൃത്വം നൽകിയ ഒരു പാർട്ടി ജന്മമെടുക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന മുൻ പ്രധാനമന്ത്രിയും കൂടിയായിട്ടുള്ള ദേവഗൌഡ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ശരിയായില്ല എന്നുള്ളതാണ് ജനതാദളിയുടെ അഭിപ്രായം. മോദി സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പോരാടാനാണ് ജനതാ പരിവാർ ഇനി ലക്ഷ്യമിടുന്നത്. ഒന്നാം UPA മാതൃകയിൽ കോൺഗ്രസും ഇടതുപക്ഷവുമെല്ലാം യോജിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് ഇന്ന് എന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC നിർമ്മാണ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, സർവീസ് പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC നിർമ്മാണ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആഹ്വാനമനുസരിച്ചാണ് ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും നിർമ്മാണ തൊഴിലാളികളുടെ ഇതുപോലുള്ള സമരം നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്കാണ് സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. AITUC ജില്ലാ പ്രസിഡന്റ് T കൃഷ്ണൻ അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ബിജു ഉണ്ണികൃഷ്ണൻ, പുഷ്പരാജൻ, രാംദാസ്, രമേശൻ കാര്യങ്കോട്, KP കുഞ്ഞമ്പു, V രാജൻ, A ദാമോദരൻ തുടങ്ങിയവർ മാർച്ചിൽ സംസാരിച്ചു. മിനിമം പെൻഷൻ 1000 രൂപയാക്കുക, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമര സന്ദേശയാത്ര നടത്തി. സമര സന്ദേശയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. മത്സ്യവ്യാപാര രംഗത്തെ വൻ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഡോക്ടർ മീനാകുമാരി സൈതറാവു കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക എന്ന ആവശ്യമുന്നയിച്ച് ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KPMK കുഞ്ഞിയുടെ നേതൃത്വത്തിൽ സമരസന്ദേശയാത്ര നടന്നു.
സമരയാത്രയ്ക്ക് പള്ളിക്കരയിലും കാഞ്ഞങ്ങാടും സ്വീകരണം നൽകി. പള്ളിക്കര നടന്ന സ്വീകരണം ഉദുമ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾ മേഖലയിൽ ഇന്ന് ഉണ്ടാവുന്ന ഈ പ്രതിസന്ധി കുറേ കാലമായി മത്സ്യമേഖല നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ തുടക്കമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് പണിയുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരായ ആളുകൾക്ക് പണിയില്ല. അതോടൊപ്പം മത്സ്യമേഖലയും അതിനോടനുബന്ധിച്ച് നടക്കപ്പെടുന്ന ആയിരക്കണക്കായ ആളുകളുടെ ജീവിതം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് നിങ്ങൾക്കെല്ലാം. MU അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. പി രാജൻ, കുന്നൂച്ചി കുഞ്ഞിരാമൻ, സാജിദ് മൂവൽ, ഗംഗാധരൻ തച്ചങ്ങാട്, MA ലത്തീഫ്, ശ്രീശൻ തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നടന്ന സ്വീകരണം കാഞ്ഞങ്ങാട് MLA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിഭവങ്ങളും സമ്പത്തും നമ്മുടെ രാജ്യത്തിന്റെ പണിയെടുക്കുന്നവരുടെ സകലമായ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് വിദേശ ശക്തികളുടെ കടന്നാക്രമണം നമ്മുടെ രാജ്യത്തിന് മേൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ആ വിദേശ ശക്തികളുടെ കടന്നാക്രമണം വരുത്തുന്ന നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കൾ എല്ലാ അർത്ഥത്തിലും ആ വിദേശ ശക്തികളെ ഈ രാജ്യത്തേക്ക് ക്ഷണിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് മീനാകുമാരി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ജാഥ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കടൽ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്ത് നിയോഗിച്ചതാണ് മീനാകുമാരിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ. VV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. T അബ്ദുൾ ഖാദർ, MC ജോസ്, A ഹമീദ് ഹാജി, AR രാമകൃഷ്ണൻ, MP ജാഫർ, കാറ്റാടി കുമാരൻ, SK കുട്ടൻ, C യൂസഫ് ഹാജി, PK മുഹമ്മദ് കുഞ്ഞി, VV സദു, യൂനസ് വടകരമുക്ക്, അനിൽകുമാർ, CH മുഹമ്മദ് കുഞ്ഞി, PH അബ്ദുൾ റഹ്മാൻ, PK കുഞ്ഞാമത് എന്നിവർ സ്വീകരണ ചടങ്ങിൽ സംസാരിച്ചു. SSLC പരീക്ഷയിൽ 100 മിനി വിജയം കൊയ്ത് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 148 കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം നേടി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിന്റെ പാതയിൽ. ഇത്തവണ 148 കുട്ടികളാണ് സ്കൂളിൽ പരീക്ഷ എഴുതിയത്. സ്കൂൾ അധ്യാപകരും PTA-യും മാനേജ്മെന്റും കൈകോർത്തതോടെ സ്കൂളിന് അഭിമാന വിജയം നേടാനായി. അവധിക്കാല പരിശീലനവും പരീക്ഷാ പരിശീലനവും കുട്ടികൾക്ക് വിജയം അനായാസമാക്കാൻ സഹായിച്ചു. 17 കുട്ടികൾ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കുകയുണ്ടായി. മിന്നുന്ന വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ. സംസ്ഥാന കലോത്സവത്തിൽ 11ാം സ്ഥാനം നേടിയ സ്കൂളിന് SSLC പരീക്ഷയിൽ ലഭിച്ച വിജയം ഇരട്ടി മധുരമായി. കാഞ്ഞങ്ങാട് നിന്നുള്ള ആദ്യ ഉംറ സംഘത്തിന് യാത്രയയപ്പ് നൽകി. ഫ്ലൈ വേൾഡ് ഗ്രൂപ്പാണ് ഉംറ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. കാഞ്ഞങ്ങാട്ടിൽ നിന്നുള്ള ആദ്യ ഉംറ സംഘം പുറപ്പെട്ടു. ഫ്ലൈ വേൾഡ് ഉംറ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഉംറ സംഘം പുറപ്പെട്ടത്. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു. 40 അംഗ സംഘമാണ് യാത്ര പുറപ്പെട്ടത്. ബഷീർ വെള്ളിക്കോത്ത്, MP ജാഫർ, KMK മുനീർ തുടങ്ങിയവർ യാത്രയപ്പിന് നേതൃത്വം നൽകി. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദിയാൻ സർഗവേദിയുടെ നേതൃത്വത്തിൽ വിദ്വാൻ P കേളുനായർ അനുസ്മരണം നടത്തി. പാക്കനാർ ചരിതം നാടകവും അരങ്ങേറി. സംഗീതജ്ഞൻ TP ശ്രീനിവാസൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. വിദ്വാൻ P കേളുനായർ രചിച്ച ഈ ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ ഏകദേശ ഒരു രൂപം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ ശ്രീ ജോസ് സാർ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല. അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർഗവേദി രക്ഷാധികാരി MC ജോസ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിലെ നേട്ടം കൈവരിച്ച കിഴക്കേ വെള്ളിക്കോത്തെ കല്യാണിയമ്മ, മാധവിയമ്മ, ഡോക്ടർ പുഷ്പലത, ജോഷ്ലി സെബാസ്റ്റ്യൻ, ശ്രുതി രാജേഷ് എന്നിവരെ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ ഉപഹാരം നൽകി ആദരിച്ചു. ദേശീയ യുവോത്സവത്തിൽ ഇരട്ട നേട്ടം സ്വന്തമാക്കിയ വിനീത് P നായർക്കും അനുമോദനം നൽകി. ബാലവേദി രക്ഷാധികാരി P മുരളീധരൻ, സർഗവേദി പ്രസിഡന്റ് S ഗോവിന്ദരാജ്, ബാലവേദി പ്രസിഡന്റ് അക്ഷയ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പഴയകാല നാടക അഭിനേതാക്കളായ പുറവങ്കര സുധാകരൻ നായർ, PK ചന്ദ്രൻ, ഗിരിജ, ഗോപാൽ, CP കുഞ്ഞിനാരായണൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് വിദ്വാൻ P കേളുനായരുടെ പാക്കനാർ ചരിതം നാടകവും അവതരിപ്പിച്ചു. Oh
കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പദയാത്രയ്ക്ക് സ്വീകരണം ലഭിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ലീഡർ മഹ്മൂദ് മുറിയനാവി പതാക ഏറ്റുവാങ്ങി. ടി.പി. കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി. ചടങ്ങിൽ മണ്ഡലം ഖജാൻജി PM ഇബ്രാഹിം, മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് T.K. ഇബ്രാഹിം, C. അബ്ദുള്ള ഹാജി, കൗൺസിലർ അസൈനാർ കല്ലൂരാവി, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹക്കീം മീനാപ്പീസ്, C. അബ്ദുള്ള ഹാജി, മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി K.K. ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി MP ജാഫർ, C.K. റഹ്മത്തുള്ള, പാലാട്ട് ഇബ്രാഹിം, AR ഉമർ എന്നിവർ സംസാരിച്ചു. ജാഥയ്ക്ക് മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി, ജനറൽ സെക്രട്ടറി മുത്തലീബ് കൂളിയങ്കാൽ, MSF ജില്ലാ വൈസ് പ്രസിഡന്റ് സാദിഖുൽ അമീൻ, കരീം കുശാൽ നഗർ, യൂനുസ് വടകരമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി. മൈക്കാനം ചക്ലിയ കോളനി സമുദായ സമോദ്ധാര സംഘടന പ്രവർത്തനം തുടങ്ങി. കല്യാൺ റോഡ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. അയ്യങ്കാളിയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ പാർശ്വവൽകൃത സമൂഹങ്ങളെ അറിവിന്റെ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തി അത്തരം മഹത് സന്ദേശങ്ങൾ പിൻപറ്റി പരിവർത്തനത്തിന് തയ്യാറാകണമെന്ന് മൈക്കാനം ചക്ലിയ സമുദായ സമുദ്ധാര സംഘടനാ യോഗം അഭിപ്രായപ്പെട്ടു. മടിക്കെ കമാരൻ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C.K. വത്സൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ P. വസന്ത, M.B. നാരായണൻ, K.R. കൊട്ടൻ, M.D. നാരായണൻ, കുഞ്ഞിരാമൻ, AC നഗർ, മോഹനൻ പുലിക്കോടൻ എന്നിവർ സംസാരിച്ചു. M. രാജേഷ് അധ്യക്ഷനായി. സുനിൽ M. സ്വാഗതവും K. ബൈജു നന്ദിയും പറഞ്ഞു. അതിയാമ്പൂർ പാർക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ മേളയ്ക്ക് സമാപനം. പടന്ന ഷൂട്ടേഴ്സ് ചാമ്പ്യന്മാരായി. അതിയാമ്പൂർ പാർക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദുർഗ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കാഞ്ഞങ്ങാട് സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് സമാപനം. ബ്രദേഴ്സ് കാഞ്ഞങ്ങാടിന്റെ 2-3 ഗോളുകൾക്കാണ് പടന്ന ഷൂട്ടേഴ്സ് ചാമ്പ്യന്മാരായത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് കളിക്കാരെ പരിചയപ്പെട്ടു. മുൻ നഗരസഭാ അധ്യക്ഷനും ദുർഗ സ്കൂൾ മാനേജറുമായ K. വേണുഗോപാലൻ നമ്പ്യാർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. V. രമേശൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ M.R. നമ്പ്യാർ, ഡോക്ടർ ശോഭ, വിജയകൃഷ്ണൻ, വേണു കോടോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും PN പണിക്കർ സൗഹൃദ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് AR ക്യാമ്പിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അത്താവൂർ മുരളീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഡിവൈഎസ്പിമാരായ K. V. രഘുരാമൻ, T.P. രഞ്ജിത്ത്, ഡോക്ടർ കൃഷ്ണകുമാർ, K. വിശ്വനാഥൻ, ബിന്ദുരാജ്, K. വാസുദേവൻ, V.K. ശശിധരൻ, K. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ചിലമ്പ് സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി കലാസ്വാദകർ പങ്കെടുത്തു. നൃത്തരൂപങ്ങളുടെ ശാസ്ത്രീയ പരിശീലനത്തിനായി ആരംഭിച്ച ചിലമ്പ് സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം അജിത ടീച്ചറും പ്രജീഷ് മാസ്റ്ററുമാണ് നൃത്ത പരിശീലനം നൽകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം ക്ലാസുകൾ ഉണ്ടായിരിക്കും. മടിയൻ കേക്കടവൻ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറനിറക്കൽ ഘോഷയാത്രകൾ നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ഏപ്രിൽ 19 മുതൽ 23 വരെ നടക്കുന്ന മടിയൻ കേക്കടവൻ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മടിയൻ സത്യകഴകം കണ്ണച്ചൻ വീട്ടിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചത്. വാരിക്കാട്ട് പത്മനാഭ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ്, സോപാന നൃത്തം, ആധ്യാത്മിക പ്രഭാഷണം, കോൽക്കളി തുടങ്ങിയ പരിപാടികളും നടക്കും. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് വയനാട്ടുകുലവൻ തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് ഉത്സവത്തിന് തുടക്കമായി. 4 ദിനങ്ങളിലായി നടക്കുന്ന ചാമുണ്ടിക്കുന്ന് മീത്തലവീട് വയനാട്ടുകുലവൻ തറവാട് തെയ്യങ്കെട്ട് മഹോത്സവത്തിന് തുടക്കമായി. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. 21 രാവിലെ 10 മണിക്ക് രക്തചാമുണ്ടിയമ്മ, ആയിറ്റി ഭഗവതി, ഗുളികൻ എന്നിവ അരങ്ങിലെത്തും. തുടർന്ന് പടിഞ്ഞാർ ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടും. കുണ്ടാർ ചാമുണ്ടിയമ്മ, ഉച്ചോളിക്കടവത്ത് ഭഗവതി, ഗുളികൻ തെയ്യങ്ങളും അരങ്ങിലെത്തും. 22 രാത്രി 9 മണിക്ക് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും തുടർന്ന് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തും. 23 3 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. മറപിളർക്കൽ ചടങ്ങോടെ തെയ്യങ്കെട്ട് ഉത്സവം സമാപിക്കും. രാവണേശ്വരം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന കൊല്ലം അയനം നാടകവേദിയുടെ മഴ കാറ്റിനോട് പറഞ്ഞത് നാടകം ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് രാമഗിരിയിൽ നടക്കും.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-നെതിരെ രൂക്ഷ വിമർശനമുയർത്തി ജനതാദൾ നേതാവ്. UDF-ൽ നീതി ലഭിക്കാൻ നിലവിളിക്കേണ്ട അവസ്ഥയാണെന്ന് ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധം. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ പ്രവർത്തകർ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പദയാത്ര പ്രയാണം തുടങ്ങി. മൈക്കാനം ചക്കളിയ കോളനി സമുദായ സമോദ്ധാര സംഘടന പ്രവർത്തനം തുടങ്ങി. ചാമുണ്ടിക്കുന്ന് മീത്തലവീട് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് ഉത്സവത്തിന് തുടക്കം. കലവറ നിറക്കൽ ഘോഷയാത്രകളെത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.